രാജകീയ അകമ്പടിയില്ലാതെ പിണറായി വിജയൻ. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. നിലവിൽ Y കാറ്റഗറി സുരക്ഷയാണ് പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ പരിഗണനകൾ വെച്ച് നൽകുന്നത്. ഇതോടെ ഗൺമാൻമാർ കൂടെ ഉണ്ടാവില്ല. ഗൺമാനെ പിൻവലിച്ചതോടെ 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോർട്ട് വാഹനം ഒഴിവാക്കിയെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും. നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപിനെയാണ് പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയത്. സന്ദീപ് തിരികെ പോലീസിലേക്ക് മടങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായി പിൻവലിച്ചതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. കേസിൽ മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. 2023 ഡിസംബർ 15-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ SIT രൂപീകരിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. SIT ഇന്നു മുതൽ സാക്ഷികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കും. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് എഡി തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരോട് നാളെ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് മുൻപയച്ച വീഡിയോ ദൃശ്യങ്ങളുടെ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനാണ് പരിശോധന. പരമാവധി തെളിവുകൾ സമാഹരിച്ച ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നലെ ചേർന്നു. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്നും മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്നുമായിരുന്നു ആദ്യ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നത്. പിന്നാലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരാതിക്കാർ തന്നെ കോടതിയിൽ ഹാജരാക്കി. ഈ ദൃശ്യങ്ങളാണ് പുതിയ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ മാധ്യമപ്രവർത്തകൻ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വിമാനത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസുകാർ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ വ്യോമയാന നിയമത്തിലെ വകുപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ വകുപ്പ് നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അത് ഒഴിവാക്കാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറായിരുന്നില്ല. കണ്ണൂരിൽ നിന്നും വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയതിന് പിന്നാലെയാണ് വിമാനത്തിനുള്ളിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നീങ്ങിയ പ്രതിഷേധക്കാരെ CPM നേതാവ് EP ജയരാജനും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നവരും കയ്യേറ്റം ചെയ്തു. പ്രതിഷേധിച്ചവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമെന്നായപ്പോഴാണ് വ്യോമയാന നിയമത്തിലെ വിവിധ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയത്. ഭരണം മാറിയതിനു പിന്നാലെയാണ് നിലനിൽക്കാത്ത വകുപ്പ് ഒഴിവാക്കാൻ തീരുമാനമായത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.